അൽഹംദുലില്ലാ പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിലെ പുതിയ ഹറം എന്ന് പറയാൻ പറ്റുന്ന ഹറം എന്ന് പറഞ്ഞാൽ കഅബയും ആ മസ്ജിദുൽ ഹറാം പഴയ ആ ഭാഗം അതിനോട് ചേർന്ന ഭാഗമാണ് ഈ കാണുന്ന ഭാഗം. മനോഹരമായ മസ്ജിദുൽ ഹറാമിൻ്റെ പുതിയ ഭാഗമാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഹോസ്പിറ്റലുണ്ട് എന്ന് പറഞ്ഞാൽ ഒരാൾ സുഖമില്ലാതെയായ ചികിത്സിക്കാനുള്ള സംവിധാനം, അതേപോലെ ഉള്ളിൽ അണ്ടർഗ്രൗണ്ടിൽ ബാത്റൂം പള്ളിൻ്റെ ഭാഗമല്ല, പള്ളിയുടെ വഖഫല്ല. ബാത്റൂം മറ്റ് ഹറമിൻ്റെ ഉള്ളിലെ ഏരിയകളിലൊന്നും നമുക്കത് കാണാൻ സാധ്യമല്ല. ഈ ഹറമിൽ അതുണ്ട്. പിന്നെ മദീന മോഡൽ പലതരത്തിലുള്ള ലൈറ്റുകൾ, മനോഹരമായ വിശുദ്ധമായ ഖുർആനിൻ്റെ എഴുത്തുകൾ മനോഹരമാക്കി വെച്ചിരിക്കുക. വലിയ വലിയ വാതിലുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഓരോ ഭാഗത്തും വലിയ വാതിലാണ് ഇതിനുള്ളത്. ഈ ഹറമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് എല്ലാ ഭാഗത്തിലൂടെ ഇതിലേക്ക് എൻട്രി ഉണ്ട്. നമ്മുടെ മർവ ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾക്ക് വളരെ നല്ല രീതിയിൽ പരിശുദ്ധമായ ഈ മത്വാഫിലേക്ക് ഉള്ള ഒരു എൻട്രി ഇതിലുണ്ട്. അതേപോലെ തന്നെ ഈ ഹറം അഥവാ ഈ പള്ളിയിലേക്കുള്ള മനോഹരമായ കവാടമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സംസത്തിന് എല്ലാ സൗകര്യമുണ്ട്. മാത്രമല്ല ഫത്ഹ് നടന്ന സ്ഥലമാണ് കേട്ടോ, മക്കം ഫത്ഹ്. ഇസ്ലാമിലെ ഹിജറ 8-ാം വർഷം മക്കം ഫത്ഹ് നടന്നു. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന. പരിശുദ്ധമായ മഹാന്മാരായ സഹാബത്ത് നബിയോടൊന്നിച്ച് ഒത്തുചേർന്ന സ്ഥലമാണിത്. ഇവിടെ പരിശുദ്ധമായ കഅബാലയം തവാഫ് ചെയ്ത് പരിശുദ്ധമായ മക്കയെ മുസ്ലിമീങ്ങളുടെ കയ്യിൽ കിട്ടിയ ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്ത് അതിന് സാക്ഷ്യം വഹിച്ച മക്കം ഫത്ഹ് നടന്ന വിശാലമായൊരു ഏരിയയാണിത്. എത്ര ആളുകളെ പുറത്ത് ഇവിടെ ഉൾക്കൊള്ളാൻ പറ്റും. അതേപോലെ അകത്തും ലക്ഷക്കണക്കായ ആളുകൾക്ക് ഒരേ സമയത്ത് നിസ്കരിക്കാൻ പറ്റുന്ന, എത്ര ആൾ പ്രവേശിച്ചാലും അറിയില്ല, അത്രമാത്രം സംവിധാനം. റമദാനൊക്കെ ഈ ഭാഗം നിറഞ്ഞൊഴുകും.